ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. നമ്മൾ ഇന്നലെ അഷ്ടപതി ജയദേവ കവിയെക്കുറിച്ച് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചുള്ളൂ. അഷ്ടപതിയിലേക്ക് ശ്ലോകങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജയദേവ കവിയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പത്നിയായ പത്മാവതിയെക്കുറിച്ചിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്നലെ പറഞ്ഞ പോലെ അദ്ദേഹം 12-ാം നൂറ്റാണ്ടിൽ ഒറീസയിൽ കിന്തുബില്വം എന്ന ഗ്രാമത്തിൽ ഭോജദേവൻ്റെയും രാധാദേവിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പം മുതലേ അദ്ദേഹം തികഞ്ഞ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. അല്ലെങ്കിൽ ഒറീസയിലാണല്ലോ നമ്മുടെ ജഗന്നാഥ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ജഗന്നാഥൻ്റെ അതീവ ഭക്തനായിരുന്നു ജയദേവ കവി. അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടോ ലൗകിക ജീവിതത്തിനോടോ ഒന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. സദാസമയവും ഭഗവാനെ സേവിക്കുക, ഭഗവാനെ കീർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തോഷം. അദ്ദേഹം സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം കവിതകൾ എഴുതുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും നഷ്ടപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് അല്പം യൗവനാരംഭത്തിൽ അദ്ദേഹം ഗ്രാമാതിർത്തിയിലുള്ള ഒരു കുടിലിലേക്ക് താമസം മാറ്റി. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നും അകന്ന് ഭഗവാനെ മാത്രം സേവിക്കുന്നതിൽ തൽപരനായതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ഗ്രാമത്തിൽ വിഷ്ണു ശർമ്മൻ എന്ന പേരായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് നാളായിട്ടും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം ഒരിക്കൽ ജഗന്നാഥൻ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, തനിക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആദ്യമുണ്ടാകുന്ന കുഞ്ഞിനെ അങ്ങയ്ക്ക് സമർപ്പിക്കാം, അങ്ങയുടെ നടയിൽ ഇരുത്താം എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ച് തിരിച്ചു പോവുകയാണ്. അതിന് പ്രകാരം കുറച്ച് നാളുകൾക്കുള്ളിൽ അദ്ദേഹത്തിനൊരു മകൾ ജനിച്ചു. പത്മാവതി എന്നായിരുന്നു ആ മകളുടെ പേര്. അതീവ സൗന്ദര്യശീലയായിരുന്നു. ലക്ഷ്മി ദേവിയെ പോലെ സ്വഭാവത്തിലും സൗന്ദര്യത്തിലും ശ്രേഷ്ഠയായിരുന്നു. അല്ലെങ്കിൽ പകരം വയ്ക്കാനില്ലാത്തൊരു രൂപവതിയായിരുന്നു, സുന്ദരിയായിരുന്നു പത്മാവതി. അപ്പോൾ ഭഗവാനോട് പറഞ്ഞ പ്രകാരം ഈ വിഷ്ണു ശർമ്മൻ മകളെയും കൂട്ടി ഭഗവാന്റെ സന്നിധിയിലെത്തുകയും മകളെ അവിടെ ഏൽപ്പിച്ച് തിരിച്ചു പോകുകയും ചെയ്യുമ്പോൾ അവിടുത്തെ പൂജാരി പറയുകയാണ്, ഇതൊരു പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതായിട്ട് ആരെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, എല്ലാം ഞാൻ ഭഗവാനിൽ സമർപ്പിക്കുകയാണ്, ഭഗവാന്റെ ഇച്ഛ പോലെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അന്നേ ദിവസം രാത്രി പൂജാരിയുടെയും ഈ വിഷ്ണു ശർമ്മൻ്റെയും സ്വപ്നത്തിൽ ഭഗവാൻ ദർശനമരുളുകയും പത്മാവതിയെ ജയദേവനെ ഏൽപ്പിക്കുക എന്ന് സ്വപ്ന ദർശനത്തിൽ പറയുകയും ചെയ്തു. അതിന് പ്രകാരം പിറ്റേ ദിവസം ജയദേവൻ്റെ അടുത്തേക്ക് വിഷ്ണു ശർമ്മൻ മകളെയും കൂട്ടി ഈ പൂജാരിയോടൊപ്പം ചെന്നു. പക്ഷേ ജയദേവ കവിക്ക് വിവാഹ ജീവിതത്തിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം വിസമ്മതിച്ചുവെങ്കിലും ഈ സ്വപ്നത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ജയദേവ കവി മകളെ അവിടെ നിർത്താനായിട്ട് സമ്മതിച്ചു. വിവാഹം കഴിച്ചിട്ടല്ല, തൻ്റെ പൂജാ കർമ്മങ്ങളിലും മറ്റും ഒരു സഹായിയാവട്ടെ എന്ന് കരുതി കുടിലിൽ താമസിക്കാൻ അനുവദിച്ചു. അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പത്മാവതി
തന്നേക്കാളും അധികം ഭഗവാനെ സ്നേഹിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ഭഗവത് ഭക്തിയാണെന്ന് അറിയുകയും ചെയ്ത അദ്ദേഹം വിവാഹം കഴിച്ചതുകൊണ്ട് തൻ്റെ നിഷ്ഠയ്ക്കും തൻ്റെ സാധനയ്ക്കും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും കുറവും സംഭവിക്കില്ല എന്ന് കരുതി പത്മാവതിയെ പിന്നീട് വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. പിന്നീടുള്ളവരുടെ ജീവിതം എന്ന് പറയുന്നത് സാക്ഷാൽ രാധയും കൃഷ്ണനും എങ്ങനെയാണോ അതുപോലെയുള്ള ജീവിതമായിരുന്നു അവരുടേത്. അദ്ദേഹം കവിതകൾ എഴുതും, ഭഗവാനെ കുറിച്ചിട്ട് കവിതകൾ എഴുതും, അത് സംഗീതം കൊടുക്കും, പാട്ട് പാടും. അതിനനുസരിച്ച് പത്മാവതി വളരെ ഭംഗിയായിട്ട് നൃത്തച്ചുവടുകൾ വയ്ക്കുമായിരുന്നു. അവർ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി ഇത് പാടുകയും ആടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞു പോയത്. എങ്ങനെയാണോ ദ്വാപരയുഗത്തിൽ ഭഗവാന് രാധാറാണിയും ഭൂമിയിൽ അവതരിച്ചുവെങ്കിലും അവർ തമ്മിൽ 100 വർഷം പിരിഞ്ഞ് താമസിക്കാൻ ഇടവരട്ടെ എന്നുള്ള ഒരു ശാപത്തിൻ്റെ പേരിൽ അവർക്ക് വിരഹവേദന അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതിൻ്റെ കടം തീർക്കാനാണോ എന്ന് പോലും വിചാരിക്കുകയാണ്. അന്ന് പോലും അത്ഭുതപ്പെടും. അതുപോലെയാണ് അവർ വീണ്ടും ജയദേവകവിയും പത്മാവതിയുമായിട്ട് ഭൂമിയിൽ അവതരിച്ച് അന്നത്തെ ആ ഒരു പ്രണയം, ബാക്കി വെച്ച പ്രണയം, നഷ്ടപ്പെട്ടു പോയ പ്രണയം ഈ ജന്മത്തിൽ തീർക്കാനെന്ന പോലെയായിരുന്നു അവർ ജീവിച്ചു പോന്നിരുന്നത്. അപ്പോൾ അത്രമാത്രം അന്ന് ഭഗവാനെക്കുറിച്ച് ജയദേവകവി എഴുതിയ കൃതികളാണ് ഇതുപോലെ അഷ്ടപദിയായിട്ട് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു കാവ്യം മാത്രമേ രചിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ ഈ ഒരു കാവ്യം രചിക്കാൻ എന്ന വണ്ണമായിരിക്കും അദ്ദേഹത്തിന് ഈ ഭൂമി, അതായിരിക്കാം അദ്ദേഹത്തിന് ഭഗവാൻ കൊടുത്ത ദൗത്യം. അത് നിറവേറ്റാനായിരിക്കാം അദ്ദേഹം പത്മാവതിയും ഭൂമിയിൽ അവതരിച്ചത്. സാക്ഷാൽ രാധയും കൃഷ്ണനും എങ്ങനെയാണോ അവരുടെ സ്വകാര്യ നിമിഷങ്ങളെല്ലാം തന്നെ പിണക്കവും പരിഭവവും ഇണക്കവും പ്രണയവും എല്ലാനും അതേ പ്രകാരം ജയദേവകവി അഷ്ടപദിയിൽ വ്യക്തമാക്കുന്നു. അത് സാക്ഷാൽ ഭഗവാനും രാധാറാണിക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് ജയദേവകവി എഴുതുന്നത്? അത് സാക്ഷാൽ ഭഗവാൻ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ അതേപോലെ തന്നെ അതെല്ലാം ജയദേവകവിക്ക് എഴുതാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് ജയദേവകവിയെയും പത്മാവതിയെയും കുറിച്ച് പറയാനുള്ളത്. പിന്നീട് ജയദേവകവിയും പത്മാവതിയെയും കുറിച്ചിട്ട് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഇന്ന് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. ഭഗവാന്റെയും രാധാറാണിയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.